നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതെന്തോടി, ആൻസിയുമായിട്ട് കോംപ്രമൈസ് ആയോ? കോംപ്രമൈസ് ആയി അനന്തൻ ചേട്ടനുമായിട്ടും. അനന്തനുമായിട്ടോ? ആ, എങ്ങനെ? ഇരിക്ക്, പറഞ്ഞുതരാം, വാ ഇരിക്ക്. പിന്നെ അതെ, ഈ വീടും പറമ്പും നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാന്ന്. രജിസ്റ്റർ ചെയ്ത് തരാമെന്നോ? പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. അതെന്തോടി? ചേച്ചിയും പിള്ളേരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. കൊച്ചാപ്പനെയും നമുക്ക് രണ്ടുപേർക്കൂടെ എഴുതി തരുവാ. കർത്താവേ, അപ്പൊ പിന്നെ ആൻസിയും പിള്ളേരും ഒക്കെ എവിടെ പോവും? എങ്ങോട്ടേലും പോട്ടെ, ചേച്ചിയുടെയും പിള്ളേരുടെയും കാര്യങ്ങളൊക്കെ അനന്തൻ ചേട്ടൻ നോക്കിക്കോളും. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അനന്തൻ ചേട്ടൻ നാളെ വരുമ്പോൾ ചേട്ടൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചോണം. ചേച്ചി അനന്തൻ ചേട്ടൻ പറഞ്ഞു വിട്ടോളൂ, നമ്മളായിട്ട് ഇറക്കണ്ട. അതുവരെ നമ്മളായിട്ട് ഈ വീട്ടിൽ ഒരു വഴക്കുമില്ല, മനസ്സിലായോ? അലക്സേ, അലക്സേ. ഓ, എന്താ വച്ചപ്പാ? വണ്ടി എടുക്കടാ. ആ ശരി. എവിടെ പോവാ? നിങ്ങൾ എങ്ങും പോകുന്നില്ല. നിങ്ങൾക്ക് കള്ളു കുടിക്കാനല്ലേ? നിങ്ങളുടെ കാശുകൊണ്ട് കള്ളു വാങ്ങിച്ചു കൊടുക്കാനല്ലേ? ഇനി അത് വേണ്ട. മാത്രമല്ല ടാപ്പിംഗ് കത്തി ഉരച്ചോണ്ടിരിക്കുക. മനസ്സിലെന്താന്ന് ആർക്കറിയാം? പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ.